ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പെയ്തു തീരും മുൻപേ എന്നുള്ള സീരിയലിൻ്റെ കഥ കേൾക്കാം കേട്ടോ. അപ്പോൾ കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാലചന്ദ്രൻ അങ്ങനെ അടിച്ച് പരിവാക്കുകയാണ്. ഇവനെ മോന്തക്കിട്ടൊന്ന് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞതിന് രോഹിത്, നീ എന്താ അത് മനസ്സിലാക്കാത്തത് എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ മറ്റേ ഈ ചെക്കനോട് പകനോട്. പക്ഷെ അവനങ്ങനെ ആകെ തിളച്ച് നിൽക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവനെ ഒന്നാമത് അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ മുന്നിലിട്ട് അടിച്ചത്, പിന്നെ അവനെ ആകെപ്പാടെ കൊച്ചാക്കുന്നത് പോലെയൊക്കെ ആയിട്ടേ അവനെ അങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മര്യാദയ്ക്കാണ് ഞാൻ നിന്നോട് സംസാരിച്ചത്, നീയല്ലേ എന്നോട് സംസാരിച്ചത്, മറ്റേ മര്യാദ കേട്ട് നീയല്ലേ എന്നോട് സംസാരിച്ചത്, ഞാൻ നിൻ്റെ അച്ഛനാണ് എന്നൊക്കെ അങ്ങനെ പറയും. അതിലൊന്നും മിണ്ടുന്നില്ല. അവസാനം ബാലേന്ദ്രൻ അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ പോകാൻ നിൽക്കുക. പോകുമ്പോൾ സമയത്ത് ബാലേന്ദ്രൻ അവനെ പിടിച്ച് നിർത്തുന്നുണ്ട്. അപ്പോഴേക്കും ഈ പെണ്ണ് ഇറങ്ങി ഓടിയിട്ടോ. ഈ പെണ്ണ് ഇറങ്ങി വരുമ്പോൾ നമ്മളെ അലീന നിൽക്കണപ്പോൾ അലീന അങ്ങനെ ദേഷ്യത്തിൽ നോക്കുകയാണ്. നോക്കിയിട്ട് അങ്ങനെ ഇറങ്ങി ഓടിപ്പോവാണ് ആ പെണ്ണ്, എന്താണ് റൂബി ഓടിപ്പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാലേന്ദ്രൻ പുറത്തേക്കിണ്ട് ഇറങ്ങുമ്പോഴേക്കും ഇവൻ വാതിൽ വലിച്ചിങ്ങോട്ട് അടച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ സാധനങ്ങളും പിന്നെ തല്ലി പൊട്ടിക്കുകയാണ് റൂമിൽ. അവന് ഒന്നാമത് അവൻ്റെ ആഗ്രഹം നടന്നില്ല, രണ്ടാമത് അച്ഛൻ്റെ മുന്നിൽ അച്ഛൻ അടിച്ചത്, പിന്നെ അവൻ്റെ കാമുകീൻ്റെ മുന്നിൽ അവൻ പിന്നെന്താ പറയുക ചെറുതായിപ്പോയി, അച്ഛൻ അവൻ്റെ മുഖത്ത് അടിച്ചത്, ഒക്കെ പാടായിട്ട് അവനെ വളരെയധികം പിന്നെ ഇതായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവൻ ഇതൊക്കെ ഇങ്ങനെ റൂമിൽ ഓരോന്ന് നശിപ്പിക്കുന്ന ശബ്ദം പുറത്തു നിന്നിട്ട് ബാലേന്ദ്രൻ കേൾക്കുമ്പോൾ തുറക്കടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാതിലുമ്പോൾ തട്ടാണ്. രോഹിത് വാതിൽ തുറക്കുക, നീ എന്താ അവിടെ ചെയ്യുന്നത്, വാതിൽ തുറക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് ബാലേന്ദ്രൻ. അങ്ങനെ അപ്പോഴേക്കും അവൻ ദേഷ്യം പിടിച്ചിട്ട് വാതിൽ തുറക്കുന്നുണ്ട്. വാതിൽ തുറക്കുമ്പോൾ കയ്യിലൊരു കപ്പോ എന്തുണ്ട്. അപ്പോൾ എന്താണ് നീ കാണിച്ചു വെച്ചെന്നത് എന്ന് ചോദിക്കുക. നീ എന്താ ഈ ചെയ്യേണ്ടതെന്ന് നമുക്കറിയോ എന്ന് പറഞ്ഞിട്ട് ചീത്ത അറിയണം. അപ്പോഴേക്കും ഈ കയ്യിലുള്ള കപ്പ് വലിച്ചൊരൊറ്റ ഏറാണ്ട് എറിയും താഴത്തേക്ക് നിലത്ത്. അതുകൊണ്ട് കാണുമ്പോൾ ബാലേന്ദ്രൻ കൈ വീശി ഒരെണ്ണം കൂടെ കൊടുക്കുകയാണ്, ചക്കിട്ടത്ത് ഒന്നും കൂടെ കൊടുത്തിട്ട് പറയും എന്താണ് അങ്ങനെ കുറേ അവിടുന്ന് ശരിക്കും നല്ലോണം ചീത്ത പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും രോഹിത് അവിടുന്ന് ഇറങ്ങി പോരുകയാണ്. പോരുന്ന സമയത്ത് ബാലേന്ദ്രൻ സങ്കടം വരികയാണ് കേട്ടോ അയാൾക്ക്. കാരണം എന്താ വെച്ചാൽ മക്കൾ ഇങ്ങനെ വഴിതെറ്റുമ്പോൾ ഒന്നാമത് ഇതിന് മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നത് തള്ളയാണ്, വൈജയന്തി. അപ്പോൾ അങ്ങനെ രോഹിത് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ അലീന ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അലീനനെ കാണുമ്പോൾ പറയും, നീയാണല്ലോ പിന്നെ അച്ഛനെ വിളിച്ച് വരുത്തിയത്, നീയല്ലേ അച്ഛനെ വിളിച്ചത് നോക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കൈ വീശി ഒറ്റ അരണട് കൊടുക്കുകയാണ് മറ്റേ നമ്മുടെ അലീനയുടെ മുഖത്ത്. എനിക്ക് അച്ഛൻ നന്നായത് നിനക്കിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകും. അതിൽ ഇവളങ്ങനെ ആകേണ്ട സ്റ്റക്കായി പോയി. കാരണം അവളത് പ്രതീക്ഷിക്കില്ല, നമ്മുടെ അലീന പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ അവിടുന്ന് ഹെൽമെറ്റ് കൊടുത്തിട്ട് ഓടുകയാണ് പുറത്തേക്ക്. അപ്പോഴേക്കും റൂബി പോയി, റൂബി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും റൂബിയുടെ നാട്ടിന് ഓടി രക്ഷപ്പെട്ടു. പിന്നെ അവൻ അങ്ങനെ വേഗം ബൈക്കൊക്കെ എടുത്ത് പിന്നാലെ പോവുകയാണ് റൂബിയുടെ. ഏത് റൂബിയൊക്കെ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു ഓടിയിട്ട്. അങ്ങനെ അവിടുന്ന് ബാലേന്ദ്രൻ പാവം അവിടെ നിന്ന് കുറേ കരയുകയാണ് കേട്ടോ. അപ്പോഴും നമ്മളുടെ അലീന ആകെ ഷോക്കിലാണ്, ഇവൻ തല്ലിയ ഷോക്കിലാണ്. അങ്ങനെ അവിടുന്ന് അയാളിങ്ങനെ തകർന്ന പോലെയാണ് അയാൾ അവിടുന്ന് പാവം ഇറങ്ങി വരുന്നത്. അപ്പോൾ അലീനയെ കാണുമ്പോൾ പറയും, നീ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുക്കുക കുടിക്കാൻ എന്ന് പറയും, തൊണ്ടയൊക്കെ വല്ലാണ്ട് വരണ്ട് പോണു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അലീന ഓടിപ്പോയിട്ട് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം എടുത്ത് കൊടുക്കുക. അപ്പോൾ പറയും, അപ്പോൾ ഫ്രഷല്ല അല്ലേ എന്ന് പറയും. അത് പറയും ഫ്രഷാണ്, അവർ വന്നപ്പോൾ അവർക്ക് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അറിയണം. എന്നിട്ട് അപ്പോൾ പറയും, ഇത് ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല സാറേ എന്നറിയാം. അപ്പോൾ പറയും എന്ത് നോക്കിയാണ് ബാലേന്ദ്രൻ. അല്ല, ഞാൻ വിചാരിച്ചു ഇത്ര അടിയും വഴക്കും ഒക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അതുകൊണ്ടാണ് നീ വിളിച്ച് പറഞ്ഞത് നന്നായി, നീ വിളിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്, അതുകൊണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല എന്നറിയും. പക്ഷെ അതല്ല, ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചറിയും. പിന്നെ നീ എങ്ങനെന്താ പ്രതീക്ഷിച്ചതെന്ന് നിൽക്കും. പറയും, ഞാൻ അവർ രണ്ടുപേരെയും ഇരുത്തി പിന്നെ സമാധാനമായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും എന്നാണ് വിചാരിച്ചത്. ഇതിപ്പോൾ നിങ്ങൾ അച്ഛനും മകനും തമ്മിൽ വഴക്കായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും, അത് നീ കാര്യമാക്കട്ടെ, പിന്നെ എന്തിനാണ് നീ എന്നെ വിളിച്ചു പറയാൻ പോയത് എന്ന് പറയും. അപ്പോൾ പറയും, അത് അങ്ങനെ നന്നല്ലല്ലോ ഒരു പെൺകുട്ടീനെയും കൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ പറയും, നീ ചെയ്തത് ശരിയാണ്, നീ വിളിച്ച് പറയണത്, നീ ചെയ്തതാണ് ശരി എന്നൊക്കെ പറയും. അപ്പോൾ പറയും,
അപ്പോഴാണ് അലീന പറയുന്നത് ഇങ്ങനെ എന്താണ് നിങ്ങൾ അച്ഛനും മകനും കൂടെ അടുത്തടുത്തിരുന്ന് അവളെയും വിളിച്ച് കൂടെ ഇരുത്തി അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നീ എന്ത് ചെയ്ത് ആദ്യം പറഞ്ഞില്ല എന്ന് ചോദിക്കും. അപ്പോൾ പറയും പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ പ്രശ്നമാവും എന്നുള്ളത് എനിക്ക് അറിയുകയും ചെയ്യില്ല എന്ന് പറയും. അപ്പോൾ പറയും ഇതിപ്പോൾ ആകെ ഇത് കുഴപ്പമായല്ലോ സാറേ, ഈ കുടുംബം എൻ്റെ കുടുംബമാണ്, എൻ്റെ ബന്ധുക്കളാണ് ഇവിടെ ഉള്ളത്, എൻ്റെ വീടാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ ആർക്ക് വേദനിച്ചാൽ അത് എനിക്ക് വേദനിക്കുന്ന പോലെയാണ് എന്ന് പറയണം നമ്മുടെ അലീന. അപ്പോൾ അടുത്ത വഴിക്ക് ബാലേന്ദ്രൻ ചോദിക്കുന്നൊരു ചോദ്യം തിരിച്ച്, അപ്പോൾ വൈജയന്തിക്കോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിൽ ഇവിടെ നമ്മളെ അലീനൊന്നും ഞെട്ടുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ബാലേന്ദ്രൻ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ്. അപ്പോൾ പറയും വൈജയന്തിക്കോ എന്ന് ചോദിക്കാം. അപ്പോൾ പറയും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പറയും നീ വിഷമിക്കൊന്നും വേണ്ട, എന്തായാലും നീ ചെയ്തത് നല്ല കാര്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇവളെ അലീനേനെ സമാധാനിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇവ നേരെ പോയത് മറ്റവൻ്റെ അടുത്തേക്കാണ്, ഹരിയുടെ അടുത്തേക്കാണ്. ഹരി എന്നിട്ട് ചീത്ത പറയുന്നുണ്ട്, നീ എന്ത് പണിയാടാ, നീ എന്തൊരു വിഡ്ഢിയടാ, നീ അല്ലാണ്ട് അവളെയും വിളിച്ച് നിൻ്റെ വീട്ടിൽ പോവുക, ഇത്രയും വല്ല വാഗമണ്ണിൽ എവിടെയെങ്കിലുമൊക്കെ പോകണം, ഇതിന് നീ നിൻ്റെ വീട്ടിലേക്ക് എന്തിനാണ് പോയത് ചോദിക്കുക. അപ്പോൾ പറയും എടാ പിന്നെ അവൾ അങ്ങനെയൊക്കെ പോകാനൊന്നും ശരിയാവില്ല അറിയാം. അപ്പം നീ വേണ്ട, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് ഒഴിഞ്ഞെടുക്കുക, നിനക്ക് എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ആക്കി തരില്ലായിരുന്നോ. ഓ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കൂട്ടുപെട്ട കിളി പറന്നുപോയി എന്നറിയും രോഹിത്ത്. അതിൽ പറയും ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണം, ഇനി അവൾ വരുമോ വിളിച്ചാൽ വയ്ക്കുമ്പോൾ പറയേ ഇനി അവൾ വരും തോന്നില്ല, കാരണം അച്ഛൻ അത്രയും ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവളെ വിട്ടുന്നത്, ഇനിയിപ്പോൾ വരില്ല, അവളാകെ പേടിച്ചിരിക്കുകയാണ് അറിയും. അപ്പോൾ പറയും ഇതിനൊക്കെ കാരണം അവൾ ഒറ്റൊരുത്തിയാണ് അറിയും. അപ്പോൾ പറയും അവളെ പൂട്ടണം നമുക്കെന്നറിയാം. അപ്പോൾ വേണം അവളെ കൊല്ലണ്ട, വേറെ അവൾ എന്ത് ദ്രോഹം ചെയ്യാനാണെങ്കിൽ ഞാൻ കൂടെ ഉണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ് രോഹിതാരിയോട്. ആണോ, നീ ഉറപ്പാണോ, നീ പിന്നെ എന്താണ് നീ എൻ്റെ കൂടെ നിൽക്കുമോ വയ്ക്കും. അപ്പോൾ ഞാൻ കൂടെ നിൽക്കും, അവളെ വലിച്ചു കയറുള്ള ദേഷ്യം എനിക്ക് എന്നറിയും. അപ്പോൾ പറയുക എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ പറയാം, ഒരു ദിവസം ഞാൻ കോളേജ് കട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് വരും, നീ കൂടെ വന്നാൽ മതി. അപ്പോഴേക്കും പക്ഷേ അവളെ റൂമിലേക്ക് വരുത്തുന്നത് എങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ അലീനേനെ കൊടുക്കാൻ. അപ്പോൾ റൂമിലേക്ക് വരുത്താൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളേനെ പിന്നെ ഗ്ലാസ് പൊട്ടിക്കാം റൂമിൽ, അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വരുമ്പോൾ അവളെ അവിടെ ഇട്ട് പിടിക്കാമെന്നാണ് ഒരു പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ വെച്ചാൽ അവൾ ബോധത്തോടു കൂടി സമ്മതിക്കില്ല. പിന്നെ മുഖത്ത് വല്ല സ്പ്രേ അടിച്ചിട്ട് ബോധം കെടുത്തുക, പറയാം എടാ ബോധം കെടുത്തി കഴിഞ്ഞാൽ പ്രശ്നമാവുമോ വയ്ക്കേണ്ട രോഹിത്ത്. ഒരു പ്രശ്നം ഉണ്ടാവില്ല, അങ്ങനെ ആകുമ്പോൾ അവർക്ക് അവരുടെ എന്തും വേണമെങ്കിൽ ചെയ്യാലോ, മനസ്സിലായില്ലേ. അവരുടെ കുരുട്ട് ബോധി, ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ബുദ്ധി പോണ പോക്കേ, ക്രിമിനൽസിൻ്റെ ബുദ്ധിയല്ലേ അവർക്കൊക്കെ. അപ്പോൾ അങ്ങനെ പറയുന്നതാണ്. സീരിയലാണെങ്കിൽ തന്നെയും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പേടിയല്ലേ നമുക്ക്. അങ്ങനെ അവിടുന്ന് പിന്നെ അങ്ങനെയൊക്കെ ഒരു രണ്ടാളും കൂടെ പുതിയ ടൈപ്പ് ഉണ്ടാക്കാനാണ്, അതായത് അലീനയാണ് ഇപ്പോൾ അവരുടെ ടാർഗറ്റ്. അങ്ങനെ അലീനേനെ ഒതുക്കണം, അതിന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ രണ്ടുപേരും തയ്യാറാവുകയാണ്. അങ്ങനെ കൈ കൊടുത്ത് ഒരു രണ്ടാളും സമ്മതിക്കും. അത് കഴിഞ്ഞ് പിന്നെ രാത്രി ആകുമ്പോഴേക്കും നമ്മളുടെ ബാലേന്ദ്രൻ വരികയാണ്. വരുന്ന സമയത്ത് വൈജയന്തി പോയിട്ട് വാതിലുറക്കും. വാതിലുറന്ന് കഴിഞ്ഞപ്പോൾ മൂപ്പര് ചോദിക്കുകയാണ് രോഹിത് എവിടേക്കും. അവരൊക്കെ കടന്നു പറയും. രോഹിത് എന്നോട് എന്തെങ്കിലും പറഞ്ഞു വയ്ക്കും. ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല, എന്താന്ന് വയ്ക്കും. നിന്നോടൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒന്നുമില്ല എന്നറിയും. അതല്ലല്ലോ, അതെന്തുണ്ടല്ലോ കാര്യം, എന്താ അതെന്ന് വയ്ക്കും. അപ്പോൾ അല്ല നിന്നോട് പറയാത്തതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറയുന്നില്ല അറിയും. അതല്ല അങ്ങനെ പറയരുത് ബാലേന്ദ്രൻ, എന്താ കാര്യം എന്ന് വയ്ക്കും. അപ്പോൾ പറയും ഇന്ന് ഇവിടെ ഒരു സംഭവം ഉണ്ടായത് നീ അറിഞ്ഞു വയ്ക്കുമ്പോൾ ഇല്ല എന്ത് സംഭവം ഉണ്ടായത് വയ്ക്കും. അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് സംഭവം ഉണ്ടായി വയ്ക്കും. പറയും നീ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ പറയണം, അല്ല പറയും എന്താ ഉണ്ടായത് വയ്ക്കുമ്പോൾ പറയും ഇന്ന് രോഹിത്ത് ഒരു പെൺകുട്ടീനെയും കൊണ്ട് ഇവിടെ വന്നു പറയുമ്പോൾ അതാണോ അപ്പോൾ അത്ര വലിയ കാര്യം, അതാണ് എങ്ങനെയുണ്ട് ഭാര്യ അമ്മ പറയുന്നുണ്ടാണോ അതാണ് അപ്പോൾ അത്ര വലിയ കാര്യം. അപ്പോൾ പറയും നിനക്കത് വലിയ കാര്യമില്ലായിരുന്നു. എന്ത് കാര്യം ബാലചന്ദ്രൻ, ഒന്നാമത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ അവർക്ക് അവളുടെ ഫ്രണ്ടിൻ്റെ പെണ്ണിനെയോ ബോയ് ഫ്രണ്ടിനെയോ ഗേൾ ഫ്രണ്ടിനെ വീട്ടിൽ കൊണ്ടുവരാനുണ്ട് എന്താ പ്രശ്നം എന്ന് വയ്ക്കും. അതൊക്കെ അത്ര വലിയ കാര്യം വയ്ക്കും. അല്ലേ എന്ന് വയ്ക്കും. ആണോ, അതിപ്പോൾ അത്ര വലിയ കാര്യമാക്കുന്നത് എന്തിനാണ്, അവൻ വീട് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ ബാലേന്ദ്രൻ എടുത്ത് ചോദിക്കുക, ഒരു പെൺകുട്ടീനെ വീട്ടിൽ കൊണ്ടുവന്ന് അവൻ്റെ റൂമിൽ വാതിൽ അടച്ചിരിക്കുന്നതാണോ ഇത്ര വലിയ നിനക്കൊരു പ്രശ്നമില്ലാത്ത പറയുമ്പോൾ എന്തിനാ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഇടപെടാൻ പോണത് എന്ന് ചോദിക്കണം വൈജയന്തി. പറയുമ്പോൾ നീയാണോ ഈ പറയേണ്ടി വയ്ക്കും. പിന്നെ അല്ലാതെ എന്താ ഈ പഴയ ആളുകളെ പോലെയൊക്കെ ചിന്തിക്കുന്നത്, ഇപ്പോഴത്തെ പിള്ളേരല്ലേ അവരങ്ങനെ അവരുടെ ഇഷ്ടം പോലെയല്ലേ അവർ ജീവിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ടിന് ഇപ്പോൾ പെണ്ണായാലും ആണായാലും അവന് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു, അതിനിപ്പോൾ എന്താ അത്ര വലിയ പ്രശ്നം എന്ന് വയ്ക്കുമ്പോൾ പറയും അപ്പോൾ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ന് ചോദിക്കുന്നത്. പിന്നെ അല്ല ഞാൻ എന്താ പറയുക, അവനെ വിളിച്ച് എന്നിട്ട് എന്താ ഉണ്ടാക്കുമ്പോൾ ഒന്നുമില്ല ഞാൻ അവൻ്റെ ചെകിട്ടടച്ച് ഒരെണ്ണം കൊടുത്തു പറയുമ്പോൾ എന്ത് പണി ബാലചന്ദ്രൻ നീ കാണിച്ചത് എന്നൊക്കെ ചോദിച്ചു അയാളെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ പറയും
അല്ലാതിരിക്കട്ടെ ആരാ എങ്ങനെ ബാലേന്ദ്രൻ ഇങ്ങോട്ട് വന്നിരുന്നു എങ്ങനെ അറിഞ്ഞിരിക്കും പറയും എന്നെ അലീന വിളിച്ചു പറഞ്ഞു. അവളെന്തിനാ ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, അവളെന്തിനാ ഇതൊക്കെ പറയാൻ നിൽക്കുന്നത് എന്ന് വെച്ചിട്ട് അവളുടെ മേത്തേക്കായി. അപ്പോൾ പറയും അതല്ല, പിന്നെ പിന്നെ അവൾ പറയണ്ടേ, അവളെ നമ്മൾ ഏൽപ്പിച്ച് പോണതല്ലേ ഈ വീട്. ഓ അപ്പോൾ ഇവിടേക്ക് ഇനി വല്ല ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ അപ്പോൾ അവളുടെ അനുവാദം വാങ്ങിക്കേണ്ടി വരുമല്ലോ എന്നറിയാം വൈജയന്തി. അപ്പോൾ അവൾ ചെയ്ത എന്താ തെറ്റ്? അവൾ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ വന്നു അവൻ്റെ മുഖത്തിട്ടണ ഒരെണ്ണം കൊടുക്കുകയും ചെയ്തു. അത് ആ പെൺകുട്ടിയുടെ മുന്നിൽ അവൻ എത്ര നാണക്കേടായിട്ടുണ്ടാവും. അവന് നാണക്കേടായതാണ്, ഇയാൾ ഈ സങ്കടപ്പെട്ടായിരുന്നു. അയമയ്ക്ക് ഒരു കുഴപ്പമില്ല. അവിടുന്ന് ബാലേന്ദ്രന് ദേഷ്യം വരികയാണ്. അപ്പോൾ പറയും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇവർ ചെയ്തോട്ടെ എന്നാണോ നീ പറയുന്നത് ചോദിക്കുമ്പോൾ പറയും അതിനെന്താ കുഴപ്പം, അതിനൊരു കുഴപ്പമില്ല. അവനിപ്പോൾ ഒരു പെൺകുട്ടീനെ ആൺകുട്ടീനെ കൊണ്ടുവന്ന് അവരിപ്പോൾ കുറച്ച് നേരം വാതിലടിച്ച് അവർക്കൊരു പ്രൈവസി വേണം തോന്നി അവർ സംസാരിച്ചു. അതിനിപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. അതിനിപ്പോൾ ഇവളെങ്ങനെ ഇതൊക്കെ വിളിച്ചു പറഞ്ഞു, അവൾ ഈ കുടുംബം നശിപ്പിക്കുമോ? ഞാൻ കുറച്ച് നാളായി ശ്രദ്ധിക്കണം, അവൾ വന്നപ്പോൾ തൊട്ട് ബാലേന്ദ്രൻ അവളുടെ ഭാഗം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടൊന്നും അല്ല എന്നിങ്ങനെ ജയന്തി പറയണം. അപ്പോൾ പറയും അവൾ ചെയ്തത് എന്താ തെറ്റ്, അവൾ പറയാതിരിക്കുമോ, അവൾ ഭയന്നിട്ടാണ് എന്നെ വിളിച്ചത്, അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ബാലേന്ദ്രനും അലീനയ്ക്ക് വേണ്ടി തർക്കിക്കുന്നുണ്ട്. അപ്പോൾ പറയും എനിക്കതിലിപ്പോൾ അത്ര പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, അവനെൻ്റെ കൂട്ടുകാരത്തിനെ കൊണ്ടുവന്നതിന് ഇപ്പോൾ എന്താ കുഴപ്പം പറയും. ആയിക്കോട്ടെ ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നിനക്കിപ്പോൾ അതിന് ഒരു പരാതിയില്ല, അവൻ്റെ ആര് വേണമെങ്കിലും ഇവിടെ കൊണ്ടുവരും, എന്താ വെച്ചാൽ ചെയ്തോട്ടെ, അതിന് നിനക്ക് ഒരു കുഴപ്പമില്ല അല്ലേ വയ്ക്കുമ്പോൾ എനിക്കെന്താ കുഴപ്പമെന്ന്. ശരി എന്നൊരു കാര്യം ചെയ്യാം, കൃഷ്ണമോളും മറ്റവളൊക്കെ ഉണ്ടല്ലോ, അവളൊക്കെ അവരുടെ ബോയ് ഫ്രണ്ടിനെയും കൊണ്ട് വന്നിട്ട് റൂം അടച്ച് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ സംസാരിക്കട്ടെ, അവരിഷ്ടം പോലെ ചെയ്യട്ടെ, ഒന്നും പറയാൻ പോണ്ട, കാരണം ന്യൂ ജനറേഷൻ പിള്ളേരല്ലേ, അവരൊരു ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അത് പറയുമ്പോൾ വൈജയന്തിക്കൊരു ഞെട്ടലുണ്ട്. അപ്പോൾ പറഞ്ഞു എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രൈവസിയും വേണ്ടേ, അവർ വാതിലടച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമുക്കൊന്നും മിണ്ടണ്ട പറയും. ഇനി നാളെ എനിക്കും കുറച്ച് ഫ്രണ്ട്സുണ്ട് ലേഡീസ്, ഞാൻ അവരെയും കൊണ്ടുവരാം, അവരെ കൊണ്ടുവന്നിട്ട് വെറുതെ കുറച്ച് കൊണ്ടുവരാം, എന്നിട്ട് അവരുമായിട്ട് ഇരുന്ന് സംസാരിക്കാം, എനിക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ, ഇപ്പോൾ എന്ത് വേണമെങ്കിലും ആവാമല്ലോ, കാരണം കാലം മാറുന്നതല്ലേ, കാലം മാറുന്നതനുസരിച്ച് നമ്മൾ കോലം മാറ്റണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ബാലേന്ദ്രൻ പറയുമ്പോൾ ഒന്നും പിന്നെ എന്താണ് വൈജയന്തിക്ക് അവിടെ ഒന്നും പറയാനില്ല. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. സംഭവം ഇത്രയേ ഉള്ളൂ എന്ന് ആലോചിച്ചാൽ മതി, ഇന്നെ മരിക്കാനെന്നുള്ളത് ചിന്തിച്ചാൽ മതി. അപ്പോൾ പറയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുക, അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ആകെ ഇതാവുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം അന്ന് നമ്മുടെ എന്താ പറയുക അലീനയോട് ചോദ്യം ചെയ്യാനൊന്നും ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ എന്താണ്. പക്ഷേ നമ്മളുടെ അലീനയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട്. അലീനയ്ക്ക് അപ്പോഴേ ഭയങ്കര വിഷമാവുന്നുണ്ട്. അപ്പോൾ അലീന എന്നിട്ട് റീത്തമ്മയോട് ഇങ്ങനെ ആ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റായോ ചോദിക്കുമ്പോൾ അവൾക്കൊരു ഉൾവിളി പോലെ ഒരു ഇതുണ്ടല്ലോ, റീത്തമ്മ വന്ന് സംസാരിക്കുന്ന പോലെ. അപ്പോൾ റീത്തമ്മ വന്നിട്ട് ഇങ്ങനെ പറയും, നീ ചെയ്തത് തെറ്റല്ല മോളെ, നീ ചെയ്താണ് ശരി, കാരണം ഇത് നിൻ്റെ കുടുംബമാണ്, അത് നിൻ്റെ കൂടപ്പിറപ്പുകളാണ്, അവർ വഴി തെറ്റി പോവാതിരിക്കാൻ വേണ്ടി നീ ചെയ്തതിന് ഒരു തെറ്റുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അവൾക്കൊരു സമാധാനം. അപ്പോഴേക്കും അവിടെ മുത്തശ്ശിയും പറയുന്നുണ്ട്, മോളെ നീ ചെയ്താണ് ശരി, ഇനി അവനും ബാലേന്ദ്രനും മകനുമല്ലേ, അത് അവർ തമ്മിൽ തീർത്തോളും, നീ അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട എന്ന്